വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധം. എടവണ്ണ ചമ്പക്കുത്ത് CHCയിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജനീഫ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയെ ഇവിടുന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ അപ്പുറമുള്ള നമ്മുടെ സർക്കാർ സ്ഥാപനമായ മാതൃകാ സ്ഥാപനമായ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നമ്മുടെ ഒരു സഹപ്രവർത്തകന് ഒരു എന്താ പറയുക സംഭവിക്കാൻ പാടില്ലാത്തൊരു ഒരു അപകടം പറ്റിയിരിക്കുകയാണ്. ഒരു ആതുര മേഖലയിൽ നമ്മുടെ എല്ലാം സേവനം നമ്മൾ ഒരു നിർലോഭമായ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു അനിഷ്ട സംഭവം നമ്മുടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവത്തിന് ഉത്തരവാദികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും ഭാവിയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ വിശിഷ്യ കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുവാനും നമ്മുടെ എന്താ പറയുക നമ്മുടെ ആത്മസന്തോഷം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും ഒക്കെ അത്യധികം ആശങ്ക ഉളവാക്കുന്ന സിറ്റുവേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനാണ് ഇന്നലെ വെട്ടേറ്റത്. അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് സനോബാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. മകൾക്ക് നീതി കിട്ടിയില്ല, കൃത്യമായ ചികിത്സ ലഭിച്ചില്ല, വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ചാണ് പ്രതി ആക്രമിച്ചത്. ഡോക്ടറുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. വളരെ പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് ആശുപത്രി ജീവനക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എടവണ്ണയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അരഞ്ഞിക്കൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സുരേഷ്, ഡോക്ടർ KV പ്രസീത തുടങ്ങിയവരും സംസാരിച്ചു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. കേരളത്തിലെ ഒരുപക്ഷെ ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വകുപ്പാണ്. ഇത്തരത്തിൽ കേരളത്തിന് അഭിമാനാർഹമായ നേട്ടങ്ങൾ ഈ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും ആത്മാർത്ഥമായി അവരുടെ സേവനം അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് എന്നുള്ളത് നമുക്ക് പുതിയ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറിക്കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആത്മസമർപ്പണത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ജീവനക്കാരിൽ സമൂഹത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അത്യധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഒരുപക്ഷെ ചികിത്സിക്കുന്ന അത്രയും രോഗമുള്ള വ്യക്തികളെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രോഗികൾ ഒരുപക്ഷെ മരണത്തിന് ആസന്നമായിരിക്കുന്ന ആളുകൾ പോലും ഈ നമ്മുടെ സേവനം സ്വീകരിക്കേണ്ട സാഹചര്യം വരും. ഇങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന മരണങ്ങൾക്ക് പോലും ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ശാരീരികമായി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിലെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ആ ഡോക്ടർമാരോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റു ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്നതിന് മാത്രമേ കാരണമായിട്ട് മാറുകയുള്ളൂ. ഇതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നിന്ന് കഴിവുറ്റ ഡോക്ടർമാർ
പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുക. വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. ഞാനിപ്പോ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ്. മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.